അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് ആസ്റ്റൺ വില്ല. 1983 ശേഷം ഇതാദ്യമായാണ് ആസ്റ്റൺ വില്ല ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടുന്നത്. 37 മത്സരങ്ങളിൽ നിന്ന് 20 വിജയവും 8 സമനിലയും 9 തോൽവിയുമടക്കം 68 പോയിന്റോടെയാണ് ആസ്റ്റൺ വില്ല 4ാം സ്ഥാനത്തെത്തിയത്. 5ാം സ്ഥാനത്തുള്ള ടോട്ടൻഹാമുമായി 5 പോയിന്റിന്റെ വ്യത്യാസമാണ് വില്ലയ്ക്കുള്ളത്. ഇനി ഒരു മത്സരം മാത്രമാണ് ഈ ഇരു ടീമുകൾക്കും ബാക്കിയുള്ളത്. ആസ്റ്റൺ വില്ലയുടെ ചാമ്പ്യൻസ് ലീഗ് പ്രവേശനത്തോടെ വില്ലയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ വാക്കുകളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. ലയണൽ മെസ്സിക്ക് വേണ്ടി കോപ്പ അമേരിക്ക നേടണമെന്ന് എമിലിയാനോ പണ്ട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ 2021 ബ്രസീലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് മരാക്കാനയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കി. അടുത്ത വർഷത്തിൽ നടന്ന 2022 ഖത്തർ ലോകകപ്പിൽ അർജന്റീനയെ ലോക ചാമ്പ്യൻ ആക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമായിരുന്നു എമി മാർട്ടിനസ്. ലോകകപ്പിന് മുന്നോടിയായി എമി പറഞ്ഞ വാക്കുകളും പിന്നീട് അക്ഷരാർത്ഥത്തിൽ അച്ചട്ടായി. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആകണമെന്ന എമിലിയാനോ പറഞ്ഞത്. ലോകകപ്പിന്റെ ഫൈനലിൽ ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തിക്കൊണ്ട് അർജന്റീന ലോകകപ്പ് കിരീടമുയർത്തുമ്പോൾ എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു ലോകകപ്പിലെ മികച്ച ഗോൾ കീപ്പറായി മാറിയത്. ഇപ്പോൾ നീണ്ട 41 വർഷങ്ങൾക്ക് ശേഷം ആസ്റ്റൺ വില്ല ചാമ്പ്യൻസ് മുന്നേറുമ്പോൾ ഇതിനു മുൻപ് എമിലിയാനോ വില്ലയ്ക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കളിക്കുമെന്ന് പറഞ്ഞിരുന്നു. ക്ലബിലെ എൻ്റെ ആദ്യ ആഗ്രഹമെന്തെന്നാൽ ടീമിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ കളിക്കുകയും ഒപ്പം കിരീടം നേടുക എന്നുള്ളതുമാണ്. ആ ദിവസം ഈ ക്ലബ്ബ് വിടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പറയുന്നതെല്ലാം അച്ചട്ടാക്കുന്ന എമിലിയാനോ മാർട്ടിനസിനെ യൂറോപ്പിലെ വമ്പന്മാരെല്ലാം ഭയക്കേണ്ടിയിരിക്കുന്നു. അടുത്ത സീസണിൽ അവർക്ക് നേരിടേണ്ടത് ആസ്റ്റൺ വില്ല എന്ന ടീമിനെ മാത്രമല്ല, എമിലിയാനോയുടെ മനോധൈര്യത്തെ കൂടിയാണ്.